നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഫ്ലെക്സി പവർ ബാങ്ക് ഇത് നിങ്ങൾക്ക് നൽകും 72 മണിക്കൂർ ചാർജിംഗ് എക്സ്പീരിയൻസ്. പാർട്ടി കമ്മിറ്റിയിൽ ബാർകോഴ കേസ് ചർച്ച ചെയ്യില്ലെന്ന് കെ എം മാണി. ഗൂഢാലോചന അന്വേഷിച്ച സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന പി സി ജോർജിന്റെ ആവശ്യം മാണി തള്ളി. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു അറിവിന് വേണ്ടിയുള്ള ഒരു ഡോക്യുമെന്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയുള്ളതല്ല. പാർട്ടി മുങ്ങിത്താഴുകയാണെന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പി സി ജോർജ്. ധാർമ്മികത ഉണ്ടെങ്കിൽ മാണി ഒഴിയണമെന്ന് യൂത്ത് കോൺഗ്രസ്. ബിജിമോളുടെ പരാതിയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുക്കാമെന്ന് പോലീസിന് നിയമോപദേശം. കെ സി അബുവിന് ഷിബു ബേബി ജോൺ വക്കീൽ നോട്ടീസ് അയച്ചു. വി എം സുധീരനും മുഖ്യമന്ത്രിക്കും പരാതി നൽകി പരാമർശങ്ങൾ തള്ളി മുഖ്യമന്ത്രി. കവിയും ഗാനരചയിതാവുമായ യൂസഫ് അലി കേച്ചേരി അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ ആശുപത്രിയിൽ. വിടവാങ്ങിയത് വരികളിൽ ഭാവവിസ്മയം തീർത്ത കവി. പാർട്ടിയിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമെന്ന് കാരാട്ടിനോട് വി എസ്. പാർട്ടി വിരുദ്ധനെന്ന പ്രമേയം റദ്ദാക്കണം. കേന്ദ്ര കമ്മിറ്റിയിൽ നാളെ വി എസിന് പ്രസംഗിക്കാൻ അവസരം. വി എസ് പാർട്ടിയുമായി സഹകരിക്കണമെന്ന് കാരാട്ട്. വിശദമായ ചർച്ചകൾ പ്ലീനത്തിൽ യെച്ചൂരി. കൊച്ചി മെട്രോ റെയിൽ കോച്ചുകളുടെ നിർമ്മാണം തുടങ്ങി. ആന്ധ്രയിലെ ശ്രീ സിറ്റി പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ വെങ്കയ്യ നായിഡു ഉദ്ഘാടനം ചെയ്തു. പദ്ധതിക്ക് പൂർണ്ണ സഹായം നൽകുമെന്ന് കേന്ദ്രമന്ത്രി. ഉദ്ഘാടനം മുഖ്യമന്ത്രി തത്സമയം കണ്ടു. ബാർകോഴ കേസിലെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന പി സി ജോർജിന്റെ ആവശ്യം കെ എം മാണി തള്ളി. ബാർകോഴ കേസുമായി ബന്ധപ്പെട്ട് ഇനിയൊരു ചർച്ചയുമില്ലെന്ന് കെ എം മാണി പറഞ്ഞു. താൻ പറയുന്നതാണ് പാർട്ടി നയമെന്നും കെ എം മാണി അറിയിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കെ എം മാണിക്ക് അനുകൂലമായി പ്രമേയം പാസ്സാക്കണമെന്ന തോമസ് ഉണ്ണിയാടന്റെ ആവശ്യവും അംഗീകരിക്കപ്പെട്ടില്ല. പറഞ്ഞതിലും 2 മണിക്കൂർ വൈകിയാണ് യോഗം ആരംഭിച്ചത്. യോഗം പ്രഹസനമാണെന്നും ബാർകോഴ വിഷയം വിശദമായി ചർച്ച ചെയ്യാൻ വീണ്ടും യോഗം ചേരണമെന്നും യോഗത്തിനു മുമ്പ് പി സി ജോർജ് പറഞ്ഞു. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും ജോർജ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചു. പാർട്ടി മുങ്ങാൻ പോകുന്ന കപ്പലാണ്. അതുകൊണ്ടുതന്നെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അരമണിക്കൂർ ചർച്ച പോരാ, വിശാലമായ യോഗം വിളിക്കണം. ബാർകോഴയുമായി ബന്ധപ്പെട്ട് പാർട്ടി നിയമിച്ച ഉപസമിതി റിപ്പോർട്ടും ഉടൻ പുറത്തുവിടണമെന്നും ജോർജ്. എന്നാൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇതിന് പിന്തുണ ലഭിച്ചില്ല. കെ എം മാണിക്ക് അനുകൂലമായി സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രമേയം പാസ്സാക്കണമെന്ന തോമസ് ഉണ്ണിയാടന്റെ ആവശ്യവും അംഗീകരിക്കപ്പെട്ടില്ല. യോഗത്തിനു ശേഷം പുറത്തിറങ്ങിയ കെ എം മാണി ജോർജിന്റെ വാദങ്ങളെ അപ്പാടെ തള്ളി. ബാർകോഴ അടഞ്ഞ അധ്യായമാണ്, അതിന്മേൽ ഇനി ചർച്ചയില്ല. ഉപസമിതി റിപ്പോർട്ട് പുറത്തുവിടില്ല. പാർട്ടി നയം താൻ പറയുമെന്നും മാണി. ബാറിന് ഒരു കോഴയുമില്ല, അതുകൊണ്ട് ബാർകോഴയെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല. അനാവശ്യമായി ഉണ്ടാക്കിയ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളൊരു വിവാദം എന്നുള്ളത് ഒഴിച്ചാൽ ഇവിടെ ഒരു ബാർകോഴയില്ല. പാർട്ടിയുടെ നയങ്ങൾ ഞാനാണ് പറയുന്നത്. കേരള കോൺഗ്രസ് ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു പാർട്ടിയുടെ നയമായിട്ട് സ്വീകരിച്ചാൽ മതി. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു അറിവിന് വേണ്ടിയുള്ള ഒരു ഡോക്യുമെന്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയുള്ളതല്ല. തനിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രസ്താവനകളെക്കുറിച്ച് അറിയില്ല. വിമർശിക്കുന്നവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണും. കുറ്റപത്രത്തിൽ പേര് വരില്ല എന്നുറപ്പുള്ളതുകൊണ്ടാണ് രാജിവെക്കില്ലെന്ന് കെ എം മാണി പറഞ്ഞതെന്ന് പി സി ജോർജ് വ്യക്തമാക്കിയിരുന്നു. ബാർകോഴ വിഷയം ചർച്ച ചെയ്യാനിരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പി സി ജോർജ് അല്ലാതെ മറ്റാരും വ്യക്തമായി ബാർ വിഷയം ഉന്നയിച്ചില്ല എന്നതും ശ്രദ്ധേയമായി. റിപ്പോർട്ടർ, കോട്ടയം. ഈ വിഷയത്തിൽ കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ പി സി ജോർജ് ടെലിഫോൺ ലൈനിൽ. ആദ്യം ശ്രീ പി സി ജോർജ്, കെ എം മാണി കേരള കോൺഗ്രസിന്റെ ചെയർമാനാണോ മുതലാളിയാണോ? കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിനന്ദനായ ചെയർമാനാണ് മാണി സാർ. യാതൊരു സംശയം വേണ്ട, യജമാനൊന്നും അല്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും സത്യവിരുദ്ധമായ പ്രസ്താവന പറഞ്ഞ് ഞാൻ കൂട്ടുനിൽക്കില്ല. അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനാണ്. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാലും ഞാനത് പ്രസിദ്ധീകരിക്കില്ല. പാർട്ടിയുടെ നയങ്ങൾ ഞാനാണ് പറയുക. ബാർകോഴയുമായി ബന്ധപ്പെട്ട് ഇനിയൊരു ചർച്ചയും കേരള കോൺഗ്രസിൽ ഇല്ല എന്നൊക്കെ അങ്ങനെ തീർത്തു പറയുകയാണ്. അതൊരു കമ്മിറ്റി സ്വഭാവത്തിന് ചേർന്നതാണോ? നികേഷേ, അത് കേട്ടോ, ഒരു മനുഷ്യന്റെ പുറകെ എത്ര നാളായി, 5 മാസമായാലും നിങ്ങളെല്ലാം കൂടി ഇട്ടിങ്ങനെ നടക്കല്ലേ. അത് ഇത്രയും പിടിച്ചു നിൽക്കുന്നല്ലോ എന്നുള്ള അത്ഭുതമായി എനിക്ക് മനസ്സിലായോ. അതായത് ഇന്ന് ഞാൻ വളരെ വിശദമായി സംസാരിച്ചു. എനിക്ക് ഒരു ചെറിയ ഇതുണ്ടായി. ആ പുറത്ത് ജനൽ തുറന്ന് കിടന്നുകൊണ്ട് പത്രക്കാർ മുഴുവൻ അത് കേട്ടു. ഞാൻ താഴെ വന്നപ്പോൾ മനസ്സിലായി. ഞാൻ പറഞ്ഞതിനെ എതിരെ ആരും പറഞ്ഞില്ല. ഞാൻ നല്ലത് മാത്രമേ പറഞ്ഞുള്ളൂ. പാർട്ടിയുടെ ഇന്നത്തെ സാഹചര്യം നിലനിൽപ്പും ആകപ്പാടെ 2 മണിക്ക് കൂടുമെന്ന് പറഞ്ഞിട്ട് 3:45 കൂടിയപ്പോ 4:30 മണിക്ക് ഏറ്റുമാനൂർ സ്വീകരണം, 5-ന് കടങ്ങൂര്, 6-ന് പാലായില് മാനസാണ് സ്വീകരണം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെ വരുന്ന യോഗം. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇന്നത് ചർച്ച ചെയ്യാൻ പറ്റൂല.
ഞാൻ അതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മുഴുവൻ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞത് ശരിയല്ല. ആ പലരും പൂർണ്ണമായും മാണിസാർ മാത്രമല്ല. പി സി ജോർജ്, താങ്കൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും അല്ല കെ എം മാണി തള്ളി പറഞ്ഞത്. ഒന്ന്, പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കില്ല എന്നാണ് കെ എം മാണി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയത്. താങ്കൾ പറഞ്ഞു അത് പ്രസിദ്ധീകരിക്കും, അതിലൊക്കെ ആർക്കാണ് തർക്കം എന്നാണ്. അതൊരു വിഷയമാണെങ്കിൽ, രണ്ടാമത്തെ വിഷയം, കേരള കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച നടത്തും, ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച നടത്തുവാണെങ്കിൽ താങ്കളുടെ നിലപാട് ചർച്ച നടത്തണമെന്നാണെങ്കിൽ കെ എം മാണിയുടെ നിലപാട് അങ്ങനെ ഒരു ചർച്ചയെ ആവശ്യമില്ല, അങ്ങനെ ഒരു കോഴയേ ഇല്ല എന്നാണ്. രണ്ട് മറുപടി ഞാൻ പറയട്ടെ. ഒന്ന്, അന്വേഷണ കമ്മീഷൻ. മാനസാർ ഇന്ന് പറഞ്ഞ എന്താ, ഇത് ഇന്ത്യൻ അറേഞ്ച്മെന്റ് ആണ്. ഇത് ആദ്യമായി കേരളത്തിലെ ജനങ്ങളോടും മാധ്യമങ്ങളോടും പറഞ്ഞത് ഞാനാണ്. ഇത് ഇന്ത്യൻ അറേഞ്ച്മെന്റ് ആണ്, ഒരു അന്വേഷണ കമ്മീഷൻ അല്ല. വസ്തുത എന്താണെന്ന് തെറ്റുവരാതെ ബോധ്യപ്പെടാൻ വേണ്ടി, ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്, ഇത് പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ടതല്ല എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും മാധ്യമങ്ങളുടെ മുമ്പിലും ആദ്യം പറഞ്ഞത് പി സി ജോർജാണ്. മനസ്സിലായില്ലേ? ആ പറഞ്ഞ കാര്യം മാണിസാർ ഇന്ന് എൻഡോസ് ചെയ്തു. അതാണ് സത്യം. പിന്നെ ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, ഇങ്ങനത്തെ ഒരു ആരോപണം ഇന്ന് സാഹചര്യത്തിൽ എല്ലാ മാധ്യമങ്ങളും പറയുന്നു, ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ചർച്ചയിൽ വരുന്ന പല മാന്യന്മാരായ നേതാക്കന്മാരും അത് പറയാമെന്ന് പറയുമ്പോൾ പറയരുതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത്രേ ഉള്ളൂ. അത് പറയുന്നത് പ്രൊപ്പറേറ്റി അല്ലെന്ന് എൻ്റെ അഭിപ്രായം. രണ്ട്, ബാർക്കോഴ ഞാനൊരു കാര്യം പറയാം, അത് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയും പാർട്ടി അത് തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ ഒരു തീരുമാനമെടുത്തു, നമ്മളിത് മാധ്യമങ്ങൾ അറിയാതെ, മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാതെ, നമുക്ക് മാത്രമായി എവിടെയെങ്കിലും ഇരുന്ന് കൂടി ചർച്ച ചെയ്യാം ഒരു ദിവസം എന്ന് തീരുമാനിച്ചു. ഇത് പുറത്ത് പറയണ്ട, ഞങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഈ പത്രക്കാരെല്ലാം കൂടെ ഭയങ്കരമായിട്ട് ചാടിച്ചപ്പോൾ ഞങ്ങൾ കൂടി ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്തത് തെറ്റാന്ന് എൻ്റെ അഭിപ്രായം. മാനസാറ് പറഞ്ഞാൽ ശരി, ഞങ്ങൾ ചർച്ച ചെയ്യില്ല. പക്ഷെ ചർച്ച ചെയ്യില്ല എന്നല്ല അർത്ഥം. ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും, ഒരു സംശയം വേണ്ട. അത് പാൽസാറ് പറഞ്ഞാൽ ശരി, എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞാണ് ഞങ്ങളെല്ലാം കൂടെ. പക്ഷെ നിങ്ങൾ കേട്ടു എന്ന് ഞാൻ ഇറങ്ങി വന്നപ്പോൾ നിങ്ങളെ മാധ്യമങ്ങൾ പറഞ്ഞപ്പോ നുണ പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് സമ്മതിച്ചതാ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശ്രീ പി സി ജോർജ് താങ്കൾ പറയുന്നത്. ബാർക്കോഴ വിഷയം കേരള കോൺഗ്രസ് എം ചർച്ച ചെയ്യും, കെ എം മാണി പറഞ്ഞതുപോലെ ചർച്ച ചെയ്യില്ല എന്നുള്ളതല്ല തീരുമാനം. പക്ഷെ മാധ്യമങ്ങൾ അറിയാതെ ആ ചർച്ച വേറെ എവിടെയെങ്കിലും വെച്ച് സംഘടിപ്പിക്കുക, അത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പോയത് താങ്കൾ ചെയ്ത പിഴവ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കാണുന്നു. ഇവിടെ രണ്ടാമത്തെ വിഷയം, നമ്മുടെ പാർട്ടി നടുക്കടലിൽ താഴുകയാണ് എന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ താങ്കൾ പറയുമ്പോൾ എന്തുകൊണ്ട് ആ വികാരത്തിനൊപ്പം മറ്റുള്ളവരും വന്നു ചേർന്നില്ല? എന്റെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഞാൻ പറഞ്ഞു ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാത്ത ആരും കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല. അത് ഉൾക്കൊണ്ടത് കൊണ്ടാണല്ലോ നമുക്ക് രഹസ്യമായി പിന്നെ കൂടാമെന്ന് തീരുമാനിച്ചത്. അതെന്താ സംശയം? പിന്നെ അത് ചർച്ചയാക്കാൻ സമയമില്ല. ആകെ അരമണിക്കൂർ അല്ലെ 3/4 മണിക്കൂർ അല്ലെ 1 മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണോ ഇത്? ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട പ്രശ്നമല്ലേ? അതെ, വിശദമായി ചർച്ച ചെയ്യാനാണല്ലോ നിങ്ങൾ വേറൊരിടത്ത് കൂടാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീ പി സി ജോർജ്, പാർട്ടി നടുക്കടലിൽ താഴുകയാണെന്ന് താങ്കൾക്ക് തോന്നാൻ എന്താണ് കാരണം? നിങ്ങൾ മാധ്യമങ്ങളെല്ലാം കൂടെ ഞങ്ങളുടെ പുറകെ കൂടിയിരിക്കില്ലേ? മാധ്യമങ്ങൾ മാത്രം ഇവിടുത്തെ പ്രതിപക്ഷം. മാനസാറിന് പുറകെ കൂടിയിരിക്കില്ലേ? മാനസാറെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ചെയർമാനല്ലേ ഉള്ളൂ. ആ ചെയർമാൻ അവമതിപ്പുണ്ടായി ഞങ്ങളുടെ പാർട്ടിക്ക് മൊത്തമായിട്ട് അവമതിപ്പാണ്, അപമാനമാണ്. എന്താ തർക്കം? അത് സമ്മതിക്കാതിരിക്കാൻ പറ്റൂ? അപ്പൊ അങ്ങനെ വരുമ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ ചെയർമാനെ ഉപേക്ഷിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. അങ്ങനെ പോകാൻ കഴിയും ഒരു പാർട്ടിക്ക്? പാർട്ടി ചെയർമാനെ അവമതിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കൂട്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞത്, ഞങ്ങൾ ചർച്ച ചെയ്യും. ഇവിടെ ഒരു പ്രശ്നമുണ്ട് വികേഷ്, ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. മാനസാർ ബഡ്ജറ്റ് അവതരിപ്പിക്കില്ല എന്ന ഇടതുപക്ഷത്തിന്റെ ശക്തമായ നിലപാട്. ഇല്ലില്ല, അതിലേക്കൊക്കെ നമുക്ക് പോകാം. ശ്രീ ജോസഫ് പുതുശ്ശേരി, പാർട്ടി നടുക്കടലിൽ താഴുകയാണ് എന്ന് പറയുന്ന പി സി ജോർജ് ബാർക്കോഴ വിഷയം പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യം ഉന്നയിക്കുകയും ചർച്ച ചെയ്യാമെന്നാൽ അത് മാധ്യമങ്ങൾ കാണാതെ പ്രത്യേക ഒരിടത്ത് വേണമെന്ന് നിശ്ചയിക്കുകയും പിന്നീട് ചെയർമാൻ കെ എം മാണി പുറത്തു വന്ന് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയുമില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ പി സി ജോർജിന് ഒരു ചെറിയ പിഴവ് പറ്റിയത് ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യും എന്ന് പറഞ്ഞത് മാധ്യമങ്ങളെ പൊതുസമൂഹത്തെ അറിയിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു എന്ന നിലയിൽ മാത്രമാണ്. അതായത് ഇക്കാര്യത്തിലൊരു വിശദമായ ചർച്ച നടത്തി കെ എം മാണിയുടെ ഭാവി അടക്കം തീരുമാനിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് നടന്നത് വെറും ഒരു ചടങ്ങായി മാത്രം കണക്കാക്കിയാൽ മതി.
നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. കുറെ ദിവസങ്ങളായി നികേഷ് അടക്കം ഈ വിചാരണ നടത്തുന്നുണ്ട്. എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. കേരള കോൺഗ്രസിന്റെ യോഗം ഇന്ന് കൂടി ചർച്ച നടത്തി തീരുമാനങ്ങൾ എടുത്തു. മാധ്യമങ്ങളെ അറിയിക്കേണ്ട വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ബാർക്കോഴ വിഷയത്തിൽ ഇനിയും ചർച്ചയുണ്ട്. ഇത് കേരള കോൺഗ്രസിന്റെ പാർട്ടി ചെയർമാൻ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചർച്ചയുണ്ടെന്നും ഇന്ന് രാജി ഉണ്ടാകുമെന്നും രാജി ആവശ്യപ്പെടുമെന്നും ഒക്കെ പറഞ്ഞ് വലിയ ചർച്ചകൾ നടന്നതാണല്ലോ, ഒന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായി ഇതൊക്കെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയാണ്. ഒരു അനാവശ്യമായി ഉണ്ടാക്കിയ ഒരു കോഴയാരോപണത്തിന്റെ പേരിൽ ഒരു വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കം, അതിനുവേണ്ടി കുറെ ആളുകൾ കുടപിടിച്ചു കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറമൊന്നുമില്ല. നിയമപരമായി അഴിമതിക്കെതിരായ പോരാട്ടമാണ്. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, അല്പം മുമ്പ് നിങ്ങളുടെ വൈസ് ചെയർമാൻ ശ്രീ PC ജോർജ് പറഞ്ഞത് കേട്ടില്ലേ? കേരള കോൺഗ്രസ് എം ബാർക്കോഴ വിഷയത്തിൽ വിശദമായ ചർച്ച നടത്തുന്നുണ്ട്, പക്ഷെ അത് മാധ്യമങ്ങളെ അറിയിക്കാതെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. PC ജോർജിൻ്റെ ഒരു ചെറിയ പിഴവ് പറ്റിപ്പോയി, അത് മാധ്യമങ്ങളോട് പറഞ്ഞുപോയി, അത് ഒഴിവാക്കണമായിരുന്നു എന്നുള്ള നിലയിലാണ് പിന്നീട് ശ്രീ കെ മാണി വിശദീകരിച്ചത് എന്ന്. കേരള കോൺഗ്രസ് യോഗത്തെ സംബന്ധിച്ച ഇന്നത്തെ യോഗ തീരുമാനം പാർട്ടി ചെയർമാൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിന് അപ്പുറത്ത് കേരള കോൺഗ്രസ് യോഗത്തിൽ നടന്ന കാര്യം വിശദീകരിക്കേണ്ട ബാധ്യത എനിക്കില്ല. അത് ശരിയല്ല എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശ്രീ PC ജോർജ്, കേരള കോൺഗ്രസ് ചെയർമാനായി കെ മാണി ഇരിക്കവേ അദ്ദേഹം പറഞ്ഞതല്ല താൻ പറയുന്നതാണ് കാര്യം എന്നാണോ താങ്കൾ വിശദീകരിക്കുന്നത്? ഞാനങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മാണി സാർ പറഞ്ഞാലും ശരിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഞാൻ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചത് മുഴുവൻ നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. ഞാനല്ല, ഇന്ന് പാർട്ടി കമ്മിറ്റി നടന്ന ചർച്ച മുഴുവൻ മാധ്യമങ്ങൾ ആ ജനറേറ്റർ ഓഫ് ചെയ്തിട്ട് മുഴുവൻ കേൾക്കുകയായിരുന്നു എന്ന് എന്നോട് നിങ്ങളുടെ മാധ്യമ സുഹൃത്ത് പറഞ്ഞു. അപ്പൊ എന്നാണ് കമ്മിറ്റി കൂടുന്നതെന്ന് പറഞ്ഞല്ലോ. അത് എന്താണെന്ന് അറിയാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതാണ് നിങ്ങൾ വാർത്തയാക്കിയത്. എന്റെ കുഴപ്പമല്ല, ഞാനെല്ലാം പുറത്ത് പറഞ്ഞതല്ല. നിങ്ങൾ ഈ നിങ്ങളുടെ OV വാൻ ഉണ്ടായിരുന്നു, എല്ലാ OV വാന്റെയും ജനറേറ്ററും നിങ്ങൾ ഓഫ് ചെയ്തു. അത് ഞങ്ങൾ അകത്തിരുന്നപ്പോൾ ഓഫ് ചെയ്തപ്പോൾ ഇത് കേൾക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി. മാനിസാറ് പറഞ്ഞതും PJ പറഞ്ഞതും അവിടെ മറ്റു നേതാക്കന്മാർ പറഞ്ഞതും എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. മാധ്യമ സുഹൃത്തുക്കൾ സുഖമായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ എന്നെ കൊണ്ട് പറയിക്കണ്ട. വേണ്ട, താങ്കൾ പറയുകയും വേണ്ട. അങ്ങനെ കേട്ടൊരു അറിവായിട്ട് തന്നെ നമ്മൾ എടുത്തോളാം. പക്ഷേ ശ്രീ PC ജോർജ്, പിന്നീട് നടന്ന സ്വീകരണ യോഗങ്ങളിലൊന്നും താങ്കൾ പങ്കെടുക്കാത്തത് എന്തേ? ഇപ്പോൾ കെ മാണി രാഷ്ട്രീയമായ വലിയ ആക്രമണമാണ് വനിതാ MLA-മാർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തെ വനിതാ MLA-മാർക്ക് എന്തോ ഒരു ഇതുണ്ട് എന്നൊക്കെ പറയുന്ന വിധത്തിൽ കെ മാണി ആക്രമണത്തിന് മൂർച്ച കൂട്ടുകയാണ്. അവിടെ എന്താണ് താങ്കളില്ലാത്തത്? എന്റെ പൊന്നു നികേഷ്, ഇന്ന് പാലായിരം ആയിരക്കണക്കിന് ജനങ്ങളെ കൂട്ടി വലിയൊരു യോഗമാണ്. എന്റെ നിയമത്തിൽ നിന്നുള്ള ആളുകൾ മുഴുവൻ പോയിട്ടുണ്ട് അങ്ങോട്ട്. ഞാൻ തന്നെ അറേഞ്ച് ചെയ്ത് പോകാൻ. എന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ അവിടെ ഉമ്മൻചാണ്ടി, VP തങ്കച്ചൻ എന്ന് വേണ്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതാക്കന്മാരുടെ പ്രളയമാണ്. അതിനകത്ത് VC ഒരു വായിച്ചക്കാരനായി പോയിരിക്കേണ്ട കാര്യം എന്താ? എനിക്ക് 100 പണി. എനിക്കിവിടെ ഞാൻ 6 കല്യാണം കൂടി വെച്ച് ഇപ്പൊ നിൽക്കുന്നത് നികേഷ് അറിയാവോ? നാളെ നിയമസഭയിൽ പോകണ്ടേ, അത് ഉച്ചയോട് കൂടിയെങ്കിലും പോകണ്ടേ? അത് അതിന്റെ കടമയല്ലേ, ബാധ്യത നിറവേറ്റണ്ടേ ഞാൻ. അതുകൊണ്ട് ഞാൻ അവിടെ അപ്രസക്തമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അല്ലെങ്കിൽ ഞാൻ അതിന്റെ മുന്നേ കണ്ടേ. ഞാൻ ചെന്നൈ തീരുന്ന നിർബന്ധമുള്ളൊരു മീറ്റിംഗ് ആണെങ്കിൽ ആ മീറ്റിങ്ങിന് മുന്നിൽ PC ഉണ്ടാകുമായിരുന്നു, യാതൊരു സംശയം വേണ്ട. ഇതാണ് ഞാൻ പോകാതിരുന്നത്. അല്ലെങ്കിൽ പോകുന്നതിനകത്ത് വലിയ പ്രസക്തിയില്ല. ഞാൻ ചെന്നില്ല, അതുകൊണ്ട് അവിടെ ഒരു കുറവുമില്ല. മുഴുവൻ നേതാക്കന്മാരും ഉണ്ട്. മാണി സാർ പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ ഒരു കുഴപ്പമില്ല. ആയിരക്കണക്കായ ജനങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. ദയവായി തുടരുക. ശ്രീ R ബാലകൃഷ്ണപിള്ള, ഇന്നത്തെ നിലയിൽ കേരള കോൺഗ്രസ് നടുക്കടലിൽ മുങ്ങുന്ന പാർട്ടിയാണ് എന്നാണ് PC ജോർജ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായപ്പെട്ടത്. കെ മാണി പിന്നീട് വാർത്താ ലേഖകരെ അഭിമുഖീകരിച്ചപ്പോൾ പറഞ്ഞത് ബാർക്കോഴ എന്നൊരു കോഴയില്ല, അങ്ങനെ ഒരു ചർച്ച ആവശ്യമില്ല, ഞാനാണ് കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ ചെയർമാൻ, ഞാൻ നിശ്ചയിക്കും, ഇക്കാര്യത്തിലൊരു ഇൻറ്റേർണൽ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്, അത് ഞങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ്, ആ റിപ്പോർട്ട് പുറത്തുവിടാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ശ്രീ കെ മാണി ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ നിലയിൽ ഗൂഢാലോചന സംബന്ധിച്ച ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കപ്പെടുന്നുണ്ടല്ലോ, ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടില്ല എന്നതാണ്. അവരുടെ പാർട്ടിയുടെ കാര്യം സ്വാഭാവികമായും അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ആ പാർട്ടി മാത്രം അറിഞ്ഞാൽ മതി എന്ന് ഇപ്പോൾ കെ മാണി ഒരു നിലപാടെടുക്കുന്നത് അതിനെന്തെങ്കിലും രാഷ്ട്രീയ പ്രസക്തി ഉണ്ടോ? നികേഷേ,
എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞാനൊരു യോഗം കഴിഞ്ഞോട്ട് കയറിയുള്ളൂ. ഞാൻ ഈ റിപ്പോർട്ടൊന്നും കണ്ടില്ല. ഇപ്പൊ നികേഷ് പറഞ്ഞതേ ഞാൻ കേട്ടുള്ളൂ. ഇപ്പൊ കെ എം മാണി പറഞ്ഞതല്ലേ, കെ എം മാണി അക്കാര്യത്തിലൊക്കെ പറഞ്ഞത് ശരിയാ. കാരണം പാർട്ടിയുടെ പ്രസ്താവനകൾ കൊടുക്കുന്നതും പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഒക്കെ പാർട്ടി ചെയർമാനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി എന്ന് പറയുന്നത് ശരിയാ. പക്ഷേ സ്വന്തം കാര്യത്തിൽ മാത്രമല്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടെ മാണി അംഗീകരിക്കാൻ തയ്യാറാകണമെന്ന് എനിക്ക് പറയാനുണ്ട്. കാരണം എന്റെ പാർട്ടിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അന്ന് അതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് ഞങ്ങളെടുത്ത നിലപാടുകൾക്കെതിരായി ചിലരെ സംരക്ഷിക്കാൻ നിന്ന ആളുകളിൽ ഒരാളാണ് കെ എം മാണി. പക്ഷേ ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. ഈ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് തുടക്കത്തിൽ തന്നെ ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ കമ്മിറ്റിയിലുള്ള അംഗങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങളൊരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ പോവുകയാണ്. ഒന്നുകിൽ UDF നിൽക്കും, അല്ലെങ്കിൽ LDF പോകും. അപ്പോൾ UDF നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ചൊരു റിപ്പോർട്ട് എഴുതും, LDF പോകുന്നതെങ്കിൽ അതിനനുസരിച്ചൊരു റിപ്പോർട്ട് എഴുതും. അത്രമാത്രമേ ഈ റിപ്പോർട്ടിന് പ്രസക്തിയുള്ളൂ എന്നാണ്. അതായത് UDF തന്നെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കെ എം മാണി, LDF ബർത്തില്ല. അതുകൊണ്ടാണ് ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വിടേണ്ടതില്ല എന്നിപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് ഒരു വ്യാഖ്യാനം ശരിയാകുമോ? അതായത് ഈ കെ എം മാണിക്കെതിരായി ഗൂഢാലോചന നടത്തിയവരാരാണെന്ന് ഞങ്ങൾക്ക് പ്രതിപക്ഷത്തുള്ളവർക്കും അറിയാം, ഭരണകക്ഷിയിലുള്ളവർക്കും അറിയാം, കേരള കോൺഗ്രസിലും അറിയാം. അതായത് കെ എം മാണി എങ്ങും പോകാൻ പാടില്ല. കെ എം മാണിയെ കെട്ടിയിടാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കണ്ടുപിടിച്ച ചില സൂത്രങ്ങളാണ് എന്റെ നികേഷ് ഇതിന്റെ പുറകിലുള്ളത്. അവർക്കും അറിയാം, അത് മാണിക്കും അറിയാം. അതായത് മറ്റ് ഗതിയൊന്നുമില്ലാതെ ഇതിനകത്തിക്കണം. അങ്ങനെ മാണിയെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ആ കസേര സംരക്ഷിക്കണം. കാരണം 9 MLA കക്ഷിയാണ്. അല്ല, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. മാണിയുടെ പാർട്ടിയിൽപ്പെട്ടവരോ മറ്റ് ഞങ്ങളാരെങ്കിലുമോ ഒരു ഗൂഢാലോചനയും മാണിക്കെതിരായിട്ട് നടത്തിയില്ല. ഗൂഢാലോചന നടത്തുന്ന സ്വഭാവമൊന്നും ഞങ്ങൾ പലർക്കുമില്ല, എനിക്ക് തീരെയില്ല, ഞാൻ അതിൽ കിടക്കുന്നില്ല. പക്ഷെ മാണി പറഞ്ഞത് ശരിയാ. പാർട്ടിയുടെ അഭിപ്രായം 100 പേര് പറയുന്നത് ശരിയല്ല. അത് മേലാരെങ്കിലും മാണിയുടെ പാർട്ടിയിൽപ്പെട്ടവരും ഈ TV വന്നിരുന്ന് പറയുന്ന ആളുകൾ, ബഹുമാന്യപ്പെട്ട ആളുകൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടി ഇതൊക്കെ ഒന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കുമെന്നേ എനിക്ക് അവസരപ്പെടും. എന്റെ കാര്യം വരുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറയും, വേറെ ചിലരുടെ കാര്യം വരുമ്പോൾ ഞാൻ ഇങ്ങനെയും പറയും എന്നുള്ള നിലപാട് ഒരു പാർട്ടി സ്വീകരിക്കാൻ പാടില്ല. ദയവായി തുടരുക ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. ഞാൻ താങ്കളിലേക്ക് വളരെ വേഗത്തിൽ ഒരിക്കൽ കൂടി മടങ്ങിയെത്തുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഇന്നിപ്പോൾ PC ജോർജ്, കേരള കോൺഗ്രസ് വിശദമായി ബാർ കോഴ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് അല്പം മുമ്പ് അറിയിച്ചത്. പക്ഷേ അത് മാധ്യമങ്ങളെ അറിയിച്ച് വേണ്ട, മാധ്യമങ്ങളോടൊന്നും ഇല്ലാതെ ഒരു യോഗം വിളിച്ചു ചേർത്ത് അതിൽ ചർച്ച ചെയ്യാം എന്നുള്ളതാണ് ധാരണ. പക്ഷേ മാധ്യമങ്ങളോട് അത് ദുർബല നിമിഷത്തിൽ പറഞ്ഞുപോയി എന്നാണ് PC ജോർജ് പറയുന്നത്. ഞാനത് ജോസഫ് പുതുശ്ശേരിയോട് ചോദിച്ചപ്പോൾ കേരള കോൺഗ്രസ് ചെയർമാൻ എന്നുള്ള നിലയിൽ മാണി പറയുന്നതാണ് അന്തിമ വാക്ക്, മാണിയാണ് യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുക, അതിനപ്പുറത്തേക്ക് മറ്റാരും പറയുന്നതും എനിക്ക് ഗണിക്കേണ്ടതില്ല തുടങ്ങിയ കാര്യങ്ങൾ ഒരു പാട്ടുപോലെ പറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം അങ്ങനെ ഒരു യോഗം ഉണ്ടാകുമോ? PC ജോർജിനെ അവിശ്വസിക്കുകയല്ല, പക്ഷേ PC ജോർജ് ആഗ്രഹിക്കുന്നത് പോലൊരു യോഗം ഇന്നത്തെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം കേരള കോൺഗ്രസ്സിലെ ഇപ്പം രാഷ്ട്രീയമായിട്ട് നോക്കുമ്പം നിയമസഭാ രാഷ്ട്രീയം, അതിൽ MLA-മാരുടെ എണ്ണം, MLA-മാരുടെ നിലപാട്, അവരുടെ പിന്തുണ, ഇതൊക്കെയാണല്ലോ പ്രധാനം. അപ്പോൾ PC ജോർജിൻ്റെ കൂടെ ഈ 9 MLA-മാരിൽ ആരെങ്കിലും ഉണ്ടോ ജോർജിൻ്റെ നിലപാടിനോട് പിന്തുണ പ്രഖ്യാപിക്കാൻ? ആ ഒരു ചോദ്യം പ്രധാനമാണ്. എനിക്ക് തോന്നുന്നത് PC ജോർജ് തൽക്കാലം ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ PC ജോർജ് പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കാൻ, കേരള കോൺഗ്രസ് നടക്കാൻ അത്ര എളുപ്പമല്ല ഇതുപോലെയുള്ള സെൻസിറ്റീവ് വിഷയങ്ങളിൽ. ഇന്ന് തന്നെ ഈ സമ്മേളനത്തിന് ശേഷം KM മാണി പത്രക്കാരോട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, പാർട്ടി നിലപാടുകളും പാർട്ടി നയങ്ങളും ഞാൻ പാർട്ടി ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാനാണ് പറയുന്നത്, ഞാനാണ് പറയേണ്ടത്, എൻ്റേതാണ് അവസാന വാക്ക് എന്ന് അദ്ദേഹം വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അതിൻ്റെ അർത്ഥം കേരള കോൺഗ്രസ് KM മാണിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. അതിനകത്ത് എതിരഭിപ്രായമില്ല, രണ്ടഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ PC ജോർജ് പറയുന്നത് പോലെ അല്ല കേരള കോൺഗ്രസിലെ അജണ്ട നിശ്ചയിക്കുന്നത് എന്ന കാര്യം വസ്തുത മാത്രമാണ്. ശ്രീ PC ജോർജ് കള്ളം പറയുകയാണ് താങ്കൾ എന്നായിരിക്കണം ശ്രീ ജേക്കബ് ജോർജ് ഉദ്ദേശിക്കുന്നത്. ജേക്കബ് ജോർജ് പണ്ട് പോലെ എനിക്കറിയാവുന്ന ആളല്ലേ, ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല. ജേക്കബ് ജോർജ് അറിയാം ഞാൻ പറഞ്ഞതാണ് നടക്കാൻ പോകുന്നതെന്ന്, ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് അറിയാം. ജേക്കബ് ജോർജ് മടയൊന്നുമല്ല, വെറുതെ ഒന്ന് ചൂടാക്കി നോക്കുക. ജേക്കബ് ജോർജ് പറഞ്ഞാലൊന്നും ചൂടാകുന്നവനല്ലല്ലോ ഞാൻ. എനിക്ക് എന്താണ് എന്നതിനെ പറ്റി, കേരള കോൺഗ്രസിനെ പറ്റിയൊക്കെ ബോധ്യമുണ്ട്. ശ്രീ PC ജോർജ്, പിന്നെ എൻ്റെ ഒരു സംശയമായി താങ്കൾ കണക്കാക്കിയാൽ മതി. ഇന്നിപ്പോൾ
എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പ്രഹസന മീറ്റിംഗ്? നിങ്ങളൊരു അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുമ്പോൾ അവിടെ എല്ലാ മാധ്യമങ്ങളും ഓപിവാനും കൊണ്ട് വരുന്നത് ഇപ്പോൾ സജീവമായ ഒരു ചർച്ചാ വിഷയമുണ്ടല്ലോ, കെ മാണിയെ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്നതിനെ തുടർന്ന് ഇനിയിപ്പോൾ തെരുവിലിറക്കില്ല എന്ന പ്രതിപക്ഷത്തിൻ്റെ തീരുമാനമുണ്ടല്ലോ. അപ്പോൾ അതായിരിക്കും ഒരു അടിയന്തര യോഗത്തിൻ്റെ അജണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മാധ്യമങ്ങൾ അവിടെ എത്തിയത്. പിന്നെ എന്തിനായിരുന്നു ഇന്ന് 3:45 മുതൽ 4:15 വരെ ഒരു യോഗം? നികേഷേ, 4:45 വരെ. നികേഷേ, ഞാൻ യോഗത്തിന് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളെ എന്നെ വളഞ്ഞിട്ട് പിടിച്ചല്ലോ. ഞാൻ അവിടെ വെച്ച് പറഞ്ഞല്ലോ ഇതൊക്കെ നടക്കൂ, വേറെ നടക്കാനൊന്നും, ഇത് ചർച്ച പോലും നടക്കാൻ ഞാൻ പറഞ്ഞല്ലേ. അവ നടക്കൂല്ല. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞാൽ നടന്നതെന്ന് മനസ്സിലായോ? കാരണം അതൊന്നും അതിന് ഒരുപാട് രാഷ്ട്രീയ ബോധമുള്ള ആർക്കും മനസ്സിലാവുന്നൊരു കാര്യമില്ലേ. ഇത് ഞാൻ പറഞ്ഞ ഈ സബ്ജക്ട് 1 മണിക്കൂറോട് ചർച്ച ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല, എന്തിനായിരുന്നു ആ പ്രഹസന യോഗം? പക്ഷെ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തു. അതാണ് കാരണം. 5 കമ്മിറ്റികൾ ഉണ്ടാക്കി. അല്ല, 2 കമ്മിറ്റി ഉണ്ടാക്കിയുള്ളൂ. 5 അംഗങ്ങളുള്ള 2 കമ്മിറ്റിയാണ്. ഏതൊക്കെയാ അറിയണം? ഇവിടുത്തെ പാവപ്പെട്ട നെൽകർഷകന്റെ വേദനിക്കുന്ന കർഷകന് അവന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഡെപ്യൂട്ടി ചെയർമാൻ ഉൾപ്പെടെയുള്ള ഒരു 5 കമ്മിറ്റി. റബ്ബർ കൃഷിക്കാർ 300 കോടി രൂപ ബഡ്ജറ്റിലുണ്ട്. അത് എങ്ങനെ ജനങ്ങളിൽ എത്തിക്കും? കർഷകരിൽ എത്തിക്കണ്ടേ? ചെറുകിട കച്ചവടക്കാരിൽ എത്തിക്കണ്ടേ? അതെങ്ങനെ എത്തിക്കാൻ പറ്റും? അത് 300 കോടി വീതിച്ചെടുക്കാനുള്ള പരിപാടിയാണോ ശ്രീ പി സി ജോർജ്? തുടരുക ദയവായി. ആ 300 കോടി രൂപ വീതിച്ചെടുക്കാനുള്ള പരിപാടിയാണോ എന്ന് ചോദിക്കുക. കേരള കോൺഗ്രസിൽ എന്തിനാണ് കമ്മിറ്റി ഉണ്ടാക്കുന്നത്? വീതിക്കാൻ പറ്റുന്നതാണ്. ഈ നികേഷ് എന്തായി പറയുന്നത്? നികേഷ് രാഷ്ട്രീയം അറിയത്തില്ലേ? ഈ ബജറ്റിൽ നിർദ്ദേശിച്ച ഒരു കാര്യം നടപ്പിലാക്കാൻ കേരള കോൺഗ്രസിന് എന്തിനാണ് കമ്മിറ്റി? ഞാൻ പറയാം, 300 കോടി രൂപ ബഡ്ജറ്റിൽ വെച്ചു. അത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കർഷകനിലേക്ക് നേരിട്ട് കാശ് എത്തിക്കണം. എങ്ങനെ എത്തിക്കും? അപ്പോ ഇത് എടുക്കുന്നത് എവിടെ? STC വഴി എടുക്കുക, അല്ലെ ചെറുകിട കച്ചവടക്കാർ ശരി, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഞാനൊന്ന് എൻ്റെ ഒരു സംശയം കൊണ്ട് ഞാൻ ചോദിച്ചു പോയെന്നേ ഉള്ളൂ. ശ്രീ ജോണി നെല്ലൂർ, ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മഹേഷ് ആവശ്യപ്പെടുകയാണ്, ഈ ഭാരം താങ്ങി മടുത്തു, മാണി രാജിവെക്കണം എന്ന്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ കെ മാണിയുടെ രാജി ആവശ്യപ്പെടും, എന്നെ വിശ്വസിച്ചോളുക. ശ്രീ ജോണി നെല്ലൂർ, ഞാൻ ചോദിക്കുന്നത്, ഇത്രയും കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ പാർട്ടി ഈ വിഷയം ചർച്ച ചെയ്യാൻ പോലും തയ്യാറല്ല എന്നുള്ളത് മുന്നണിയിലിരിക്കുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? നികേഷേ, കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നികേഷിനെ പോലുള്ള ആളുകൾക്ക് ഒന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഈ യോഗം എങ്ങനെ നടക്കാൻ പോകുന്നുവെന്നും അവിടെ എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നുവെന്നും ഒക്കെ നിങ്ങൾ ഈ വാർത്തകളിലൂടെ പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ വളരെ കാലം കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നയാളാണ്. ഇപ്പോഴും ഞാനൊരു കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനാണ്. കേരള കോൺഗ്രസ് പാർട്ടികളുടെ പ്രവർത്തന ശൈലി എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ, മാണി സാറ് ഇന്ന് പുറത്തു വന്ന് പറഞ്ഞതാണ് ആ പാർട്ടിയിൽ നടന്നത്. ജോർജ് പറഞ്ഞ അഭിപ്രായം ഒരുപക്ഷെ അദ്ദേഹത്തിന് മനസ്സിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കാണും. കേരള കോൺഗ്രസ് എമ്മിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ബാർക്കോഴയുമായി ബന്ധപ്പെട്ടൊരു ചർച്ച വേണ്ട എന്ന് മാണി സാർ പറഞ്ഞാൽ പിന്നെ അതല്ല, അത് ചർച്ച ചെയ്യണമെന്ന് പറയാനുള്ള ആംബിയർ ഒന്നും ആ പാർട്ടിയിലുള്ള ഒരാൾക്കും ഇല്ല. അതെന്താ നികേഷ് മനസ്സിലാകാത്ത? അങ്ങനെ പറയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പുറത്തേക്ക് പോകാം. അല്ലാതെ ആ പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ടൊന്നും മാണി സാർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹാനുഷ്ഠാന അഭിപ്രായങ്ങൾക്ക് എതിരായി ഒരഭിപ്രായം പറയാനൊന്നും ആ പാർട്ടിയിൽ ആരും ഇന്ന് തയ്യാറാവില്ല. അത് ഒരു കേരള കോൺഗ്രസ് ജോണി നെല്ലൂർ പ്രകടിപ്പിച്ച അഭിപ്രായം താങ്കൾ കേട്ടുകാണല്ലോ. അതാണോ കേരള കോൺഗ്രസിന്റെ സ്വഭാവം? നിർത്തിയോ? ഞാനും ജോണി നെല്ലും കൂടെ ഒരു പാർട്ടി പ്രവർത്തിച്ചത് KC-യില, കേരള കോൺഗ്രസിലല്ല. അന്ന് KC-യിലും സ്വന്തമായി അഭിപ്രായം പറഞ്ഞവനാണ് ഞാനെന്ന് ജോണി നെല്ലൂരിന് അറിയാം. ആര് നേതാവാണെങ്കിലും PC പറയാനുള്ളത് പറയേണ്ടത് പറയും. അതാണ് ജോലിക്ക് പറഞ്ഞിട്ടാ പുറത്ത് പോയത്. മനസ്സിലായോ? ജോലിയുടെ കേരള കോൺഗ്രസ്, ഞാനുള്ള കേരള കോൺഗ്രസ് ഉണ്ടായത് ജോലിക്ക് മനസ്സിലായത്. നേതാക്കന്മാർക്ക് നേതാക്കന്മാരുടെ അഭിപ്രായം പറയാം. എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ പറയും. ഞാൻ ജനങ്ങളോടൊപ്പം ജീവിക്കുന്നത്, അല്ലാതെ കാട്ടുപോത്തിന്റെയും കുരങ്ങിന്റെയും മുയലിന്റെയും കൂടെ അല്ല ജീവിക്കുന്നത്.
ജനവികാരം എന്തെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവൻ. ഇന്നലെ നിന്ന് മിനിഞ്ഞാന്ന് 3 ദിവസമായി എന്റെ നിയോജക മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളുടെ. പക്ഷേ ശ്രീ പി സി ജോർജ്, ജോണി നെല്ലൂർ പറയുന്നത് ഒരു ചുക്കും പി സി ജോർജിന് അറിയില്ല കേരള കോൺഗ്രസിനെ എന്നാണ്. എന്നെയാണ് പറഞ്ഞതെങ്കിൽ പോലും മുന പി സി ജോർജിനാണ്. മുന പി സി ജോർജിന് എന്ന് പറയുമ്പോൾ ഡയറക്റ്റായി കിട്ടേണ്ട എന്നല്ലേ പറയാം. പത്രക്കാർക്കും അറിയില്ലെന്നാ പറഞ്ഞത്. എനിക്ക് കേരള കോൺഗ്രസ്സിൽ ഒരു കുറച്ച് ഒരു ജ്ഞാനക്കുറവുണ്ട്, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജോണി നെല്ലൂർ താങ്കളോട് ചോദിച്ചത്. നിങ്ങൾ യുഡിഎഫിൻ്റെ ഭാഗമായി നിൽക്കുകയാണല്ലോ, ഇപ്പോൾ യുഡിഎഫ് പ്രതിരോധത്തിലായിരിക്കുന്നത് ഈ കെ എം മാണിയെ കൊണ്ടാണ്. കോൺഗ്രസ്സിലെ പ്രമുഖരായ നേതാക്കൾ കെ എം മാണിയുടെ രാജി ആവശ്യപ്പെടാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ പാർട്ടിയിൽ അത് ചർച്ചയില്ല എന്നും ഞാനാണ് തീരുമാനിക്കുക, ഞാനാണ് റിപ്പോർട്ട് പുറത്തുവിടില്ല എന്ന് പറയുന്നത്, ഈ പാർട്ടിയിൽ ഇങ്ങനെ ഒരു ചർച്ചയില്ല എന്ന് ഞാനാണ് പ്രഖ്യാപിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു മുതലാളിയുടെ സ്വഭാവമാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ പി സിയോട് ചോദിച്ചത്, ചെയർമാനാണോ കേരള കോൺഗ്രസിൻ്റെ, മുതലാളിയാണോ മാണിയെന്ന്. അല്ല, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ തന്നെയാണ് മാണി സാറ്. അത് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ്, സംശയമൊന്നും വേണ്ട. ഒരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ, ഇപ്പോൾ കെ എം മാണി സാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ചില ആളുകൾ വ്യക്തിപരമായി ആവശ്യപ്പെടുന്നുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാർ. പക്ഷേ UDF എന്താ തീരുമാനിച്ചിരിക്കുന്നത്? UDF എന്ന് പറയുന്ന സംവിധാനം പറയുന്നു കെ എം മാണി രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്ന് വളരെ അർദ്ധസംഖ്യക്കിടയില്ലാതെ പറയുന്ന സാഹചര്യത്തിൽ രാജി എന്ന് പറയുന്ന ഒരു ആവശ്യം ചർച്ചയ്ക്ക് പോലും വരേണ്ടതില്ലല്ലോ. ഇന്ന് ഒറ്റക്കെട്ടായി UDF മാണി സാറിന് പിന്തുണയുമായി നിൽക്കുകയാണ്. ആ സാഹചര്യത്തിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു പുതിയ സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ UDF കൂടിയിരുന്ന് ആലോചിക്കും എന്ത് വേണമെന്ന്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള കോൺഗ്രസിലായിരുന്നു എങ്കിൽ ഇതിനകം തന്നെ ഇങ്ങനെ ഒരുപക്ഷെ ജനങ്ങളെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മന്ത്രിക്ക് തുടരാൻ കഴിയാത്ത വിധത്തിൽ ആ പാർട്ടിയിൽ തന്നെ ഒരു ജനാധിപത്യ സംവിധാനം രൂപപ്പെടുകയും അങ്ങനെ അത് പുറംതള്ളുകയും ചെയ്തു. അതായിരിക്കുമല്ലോ കെ കരുണാകരൻ്റെ കാര്യത്തിലും എ കെ ആൻ്റണിയുടെ കാര്യത്തിലും വനം മന്ത്രി KP വിശ്വനാഥൻ്റെ കാര്യത്തിലുമൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ UDFിൽ സംഭവിക്കാത്തതുമാണ്, കോൺഗ്രസിൽ സംഭവിക്കുന്നു, എന്നാൽ UDFിൽ സംഭവിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? UDFിൽ സംഭവിച്ചല്ലോ. ഞാൻ രാജിവെച്ചില്ലേ? ഞാൻ രാജിവെച്ചെന്താ ഒരു പ്രസംഗം, സണ്ണിക്കുട്ടി ബാത്റൂമിൽ തെറ്റായി വേറൊരു പത്രത്തിലും വരാത്ത ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഞാൻ രാജിവെച്ചല്ലോ. ഞാൻ 11.5 മാസം കഴിഞ്ഞെന്റെ തിരിച്ചു വന്നത്. രാജിവെച്ചുവല്ലോ. UDFിൽ അതിനൊക്കെ കാരണങ്ങളുണ്ട്. എന്റെ നികേഷ് ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട്, നികേഷിന്റെ അച്ഛനും അന്ന് അവിടെ ഉള്ള ആളാണ്, ആ സഭയിലുള്ള ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് മന്ത്രിസഭയിലുള്ളവരാ. ഞാൻ ചോദിക്കട്ടെ, 9 MLA-മാരുള്ളിടത്തോളം കാലം മാണിക്ക് പേടിക്കാനില്ല. കാരണം മാണി പോയാൽ ഉമ്മൻചാണ്ടിയും പോകും. അതാണ് നമ്പർ. ആ നമ്പറിനെ പറ്റി നിങ്ങൾ ആരും പറയുന്നില്ല. അതാണ് ഞാൻ ആദ്യം മുതലേ പറയുന്ന ഇതാണ്. KM മാണി തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അത് പ്രോസിക്യൂഷൻ വളരെ താമസിയാതെ ചാർജ് കൊടുക്കുമ്പോഴേ അറിയത്തുള്ളൂ, നമുക്കറിയാൻ കഴിയില്ല. അതിലേക്ക് പക്ഷെ ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, KM മാണിയെ രാജിവെപ്പിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഒരു ദിവസം മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയുന്നില്ല എന്നുള്ള വളരെ അനുകൂലമായ ഒരു ഭാഗം മാണിക്കുണ്ട്. മാണി തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങളൊക്കെ എഴുതി കൊടുത്തതിനകത്ത് ഉമ്മൻചാണ്ടിക്ക് ഞാൻ എഴുതി കൊടുത്ത കത്തൊന്ന് വായിച്ചാൽ മതി. ഇതൊക്കെ ഒരുപാട് തെളിവ് കൊടുക്കാൻ തയ്യാറാണെന്നും പലരും പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല. പക്ഷെ മാണിയേക്കാൾ വലിയ കള്ളന്മാര് ഇതിനകത്ത് വേറെ ഉണ്ട്. തസ്കരന്മാർ, കായംകുളം കൊച്ചുട്ടിമാർ ഈ മന്ത്രിസഭയിൽ വേറെയുണ്ട്. അതൊക്കെ പുറത്തു വരും. അതൊക്കെ അന്വേഷണമൊക്കെ വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടതികൾ ഇടപെട്ടിട്ടുണ്ട്. അതിലേക്കൊന്നും ഇപ്പം വീണ്ടും ഞാൻ കിടക്കുന്നില്ല. സമയമില്ല, അതിന് സമയമില്ല. അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല നികേഷേ. സംഭവിക്കണമെന്ന് എനിക്ക് ആഗ്രഹവുമില്ല. അതെ, അത് വളരെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ചൂണ്ടിക്കാണിച്ചതുപോലെ ശ്രീ പി സി ജോർജ് UDFിൻ്റെ പ്രമുഖ നേതാക്കളുമായി എല്ലാം സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്കും ഇത് തന്നെയാണ്. മാണിയെ രാജിവെപ്പിച്ചിട്ട് ഞങ്ങൾ എവിടെ പോകാനാണ്? ഉമ്മൻചാണ്ടി മന്ത്രിസഭ നിലനിൽക്കുന്നത് തന്നെ KM മാണിയുടെ 9 MLA-മാർ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് മാണിയെ കൈവിടുന്ന പ്രശ്നമില്ല. ഏത് നേതാവിനോട് ടെലിഫോൺ എടുത്ത് വിളിച്ചു ചോദിച്ചാലും മാണിയെ കൈവിടില്ല എന്ന പല്ലവി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നേരത്തെ ശ്രീ ജോണി നെല്ലൂർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊരു പിശക് പറ്റി. അതെന്താണ്? PC ജോർജ് ഇന്ന് KM മാണിയുടെ രാജി ആവശ്യപ്പെടും എന്ന് വാർത്ത നൽകി. അത് ഈ നേരത്തെ ശ്രീ ജോണി നെല്ലൂർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാധ്യമങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണോ, അതോ PC ജോർജ് ഞാൻ രാജിവെക്കാൻ ആവശ്യപ്പെടും എന്ന് മാധ്യമങ്ങളെ നേരത്തെ അറിയിച്ച് യോഗത്തിൽ പോയി അവിടെ അത് അവതരിപ്പിക്കാതെ പുറത്തു വന്ന് വേറെ പറഞ്ഞതുകൊണ്ടാണോ? നികേഷ്, എന്നെ പറ്റി ആരും റിസ്ക് മേലിൽ നികേഷ് പറയാൻ പാടില്ല. ഞാൻ ലോകത്താരോടെങ്കിലും
KM മാണി രാജിവെക്കണമെന്ന് പറയും എന്ന് പറഞ്ഞതായി തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ശിക്ഷയായിരിക്കാം. നികേഷോട് ഞാൻ പറയും, നികേഷ് എത്ര പ്രാവശ്യം എന്നെ വിളിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇന്ന് വരെ ലോകത്താരോടും KM മാണി എന്ന് പറയുന്ന പാർട്ടി ചെയർമാനായി മാണി സാർ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പാർട്ടി സുഹൃത്തുക്കൂടെ കള്ളം പറഞ്ഞു കൊടുക്കുന്ന ചരിത്രമോ പാരമ്പര്യമുള്ളവനുമല്ല. ഒരു കാര്യവും കളവ് പറയുന്നില്ല എന്നതുകൊണ്ടാണ് നിങ്ങളെ മാധ്യമങ്ങൾ ഇങ്ങനെ ഇട്ട് സൂഹിക്കുന്നത്. ഞാൻ പറഞ്ഞ മുഴുവൻ സത്യങ്ങളല്ലേ. ഏതെങ്കിലും ഒരു കാര്യം കളവ് പറ. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പാർട്ടിക്കകത്തുണ്ടായ കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പാർട്ടി പറയേണ്ട കാര്യം പറഞ്ഞു. പക്ഷെ നിങ്ങൾ മുഴുവൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ നിങ്ങളെ കേട്ടു എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ ഞാൻ താഴെ ഇറങ്ങി വന്ന് പറഞ്ഞപ്പോഴാണ് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണ് മറുപടി? പക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ മര്യാദകൾ കാണിക്കുന്നുണ്ട്. അവിടെ നടന്നത് എന്താണെന്ന് സത്യം നിങ്ങൾക്കറിയാം. പക്ഷെ ആ സത്യം പറയാതെ PCOറിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങളുമായിട്ട് നിങ്ങൾ നടക്കുക. നിങ്ങളുടെ ഉദ്ദേശം എന്താ? അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഉദ്ദേശത്തിന് അപ്പുറത്ത് ഒരു രാഷ്ട്രീയം കേരളത്തിലുണ്ട്. ഇവിടെ വലിയ മുഴുപ്പ് പറഞ്ഞ സോണിയാഗാന്ധിയുടെ കോൺഗ്രസ് ഡൽഹിയിലുണ്ടോ? ഇപ്പോ എത്രയുണ്ട്? 540 സീറ്റില് എത്രയുണ്ട്? ഡൽഹി ഇന്ത്യൻ പാർലമെന്റിൽ എത്രയുണ്ട്? അഴിമതിയെല്ലാം പുച്ഛിച്ചു തള്ളി നടക്കല്ലായിരുന്നു. ഇപ്പൊ എവിടെ പോയി അതെല്ലാം? അതുകൊണ്ട് അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പുച്ഛിച്ചു തള്ളിക്കൊണ്ടൊന്നും ആർക്കും പോകാൻ കഴിയില്ല. ഈ രാജ്യത്ത് ജനമുണ്ട് മിസ്റ്റർ നികേഷ്, മനസ്സിലാക്കണം. ഞാൻ വളരെ വസ്തുതാപരമായ കാര്യങ്ങൾ പറയുകയാണ്. അല്ല PC ജോർജ്, അവിടെയാണ് എൻ്റെ പ്രശ്നം. അഴിമതിക്കെതിരെ ജനരോഷം ഉയരുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു കാര്യം കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബിജിമോൾക്കെതിരായി ഒരു DCC പ്രസിഡന്റും ഒരു MLAയും നടത്തിയ ആക്ഷേപം, ഇതെല്ലാം തന്നെയും വല്ലാത്ത രീതിയിൽ UDFനെ ബാധിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് താങ്കൾക്കുണ്ടോ? ഞാൻ നികേഷോട് ചോദിക്കട്ടെ, ആ അബു എന്ന് പറഞ്ഞ DCC പ്രസിഡന്റിനെ പറ്റി നമ്മൾ തമ്മിൽ ഒരു ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് അവിടെ ലൈബ്രറിയിൽ നിന്ന് എടുത്തേച്ച് അങ്ങോട്ട് ഇട്. അപ്പൊ അബുവിനെ പറ്റി PCR പറഞ്ഞ സത്യമാണ് ലോകത്തിന് ബോധ്യം. മനസ്സിലായോ? നികേഷിന്റെ മറവി, എന്നൊക്കെ പ്രായം കുറഞ്ഞ് നികേഷ് ഈ മറവി തുടങ്ങിയത് മോശമാണുള്ളത്. നികേഷ് ഓർക്കുന്നില്ലേ? ഈ അബു എന്ന് പറയുന്ന മാന്യം എന്നെ പറ്റി വൃത്തിയോടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ? അത് നിങ്ങളുടെ ലൈബ്രറിയിലുണ്ടല്ലോ. ഈ അബു ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തതാണല്ലോ. അബു ഒന്ന് നിർത്തിപ്പോയതാ. അത് മാത്രം കൊടുത്താൽ ഈ അബു ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് മാത്രമല്ല, PCR എത്രയോ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നു കൂടി ജനങ്ങൾക്കും കോൺഗ്രസിനും മറ്റു പ്രവർത്തകർക്കും മനസ്സിലാകും. അത് നികേഷ് വേഗം ചെയ്യേ, അപ്പം നന്നായിക്കോളും. ഞാൻ ആ വിഷയത്തിലേക്ക് ഒരിക്കൽ കൂടി തിരികെ എത്താം. ജേക്കബ് ജോർജ്, ഇവിടെ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാലും ഞാനത് പ്രസിദ്ധീകരിക്കാൻ പോകുന്നില്ല. പാർട്ടിയുടെ നയങ്ങൾ ഞാനാണ് പറയുക. ബാർ ചർച്ച ചെയ്യാൻ ഒരു യോഗവും വിളിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം, ആരും താറടിക്കാൻ ശ്രമിക്കേണ്ട എന്ന് ഇപ്പോൾ KM മാണി പറയുന്നതിന് പ്രത്യേകിച്ച് എന്തോ ഒരു പ്രസക്തി ഉള്ളതുപോലെ താങ്കൾ വിശദീകരിക്കാൻ ശ്രമിച്ചത് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണത്? അതായത് KM മാണിയുടെ ബലം എന്ന് പറയുന്നതിൽ 9 MLAമാരുടെ ബലമാണ്. അത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് 13-ാം തീയതി UDF നേതൃത്വം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സ്പീക്കറും നിയമസഭാ സ്പീക്കറും ശക്തനും ഒക്കെ കൂടി നൽകിയ പിന്തുണയുമുണ്ട്. പക്ഷേ നികേഷ്, ഒരു കാര്യം ഓർക്കണം, ആ പിന്തുണ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ല. PC ജോർജ് ഇപ്പോൾ പറയുന്നുണ്ട്, ഭംഗ്യന്തരേണ മാണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം പറയുന്നുണ്ട് അഴിമതി കൊണ്ടാണ് കേന്ദ്രത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ് താഴെ പോയത്, തിരികെ വരാതെ പോയത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഭംഗ്യന്തരേണ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പലതുമുണ്ട്. ഇന്ന് തന്നെ എനിക്കിപ്പോൾ നികേഷിന് മുമ്പിൽ ഞാൻ വിട്ടിരിക്കുമ്പോൾ എനിക്ക് പൂഞ്ഞാറിൽ നിന്നൊരു SMS കിട്ടി. അതിൽ പറയുന്നുണ്ട് PC ജോർജ് ഏറ്റുമാനൂരിലേക്ക് വണ്ടി കയറുന്നതിന് മുമ്പ് അവിടെ അദ്ദേഹത്തിൻ്റെ എതിർവശത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ചാർലിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ആൾക്കാരുടെ ഒരു യോഗം ചേർന്നിരുന്നുവെന്ന്. അപ്പോൾ പല രൂപീകരണങ്ങളും പല സമ്മർദ്ദങ്ങളും കേരള കോൺഗ്രസിനകത്തും UDFിനകത്തും രൂപം കൊള്ളുന്നുണ്ട്. ആത്യന്തികമായിട്ട് ഇവരെല്ലാം KM മാണിയുടെ പുറകിലാണെന്ന് വിചാരിക്കേണ്ടതില്ല. പക്ഷേ ഒരു പൊട്ടിത്തെറിക്ക് സമയമായിട്ടില്ല. പൊട്ടിത്തെറി അകലത്തിലല്ല എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നികേഷ്, ജേക്കബ് ജോർജ് പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണെന്ന് നികേഷ് അറിയുക. ഈ റിപ്പോർട്ടർ ചാനൽ കാണുന്നവർ അറിയുക. എന്റെ അനിയൻ ചാർലിയുടെ വീട്ടിൽ നടന്നത് എന്താണെന്ന് ഞാൻ ഇപ്പൊ പറയാമല്ലോ. അനിയന്റെ വീട്ടിൽ കൂടുതൽ അവൻ YMCA ഈ ഓൾ കേരള വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റാണ് അവൻ. അത് വോളിബോൾ കളിക്കുന്ന ഒരു 5-6 അവിടെ ഒന്നും കൂടി. അത് ഞാനുമായിട്ട് എന്താ, ഞാൻ അറിയുന്നവർ ഇതിനകത്ത് ആരുമില്ല. ഇത് കൂട്ടി വിവരക്കേടാണ് മാധ്യമ സിൻഡിക്കേറ്റ് മാധ്യമ സുഹൃത്തുക്കളെന്നും പറഞ്ഞ് വേഗം വച്ചു വിളമ്പന്റെ ചാനലിനകത്തോടെ എന്ത് മറുപടി പറയും?
ഞാൻ അങ്ങനെയുള്ളവനല്ല മെസ്സേജ് ജേക്കബ് ജോർജ്. എത്ര പ്രാവശ്യം ജേക്കബ് ജോർജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ കൂടെ എനിക്ക് അങ്ങനെ എന്റെ അനിയത്തി വീട്ടിലൊന്നും കമ്മിറ്റി കൊടുത്ത കാര്യമില്ല. അല്ല എന്റെ വീട്ടിൽ കൂടെ എന്റെ പറഞ്ഞാൽ മനസ്സിലല്ലേ? വോളിബോൾ അസോസിയേഷൻ പാറുപാട് കൂടി ഞാൻ എന്നാ വേണം എന്റെ മുഖത്തിനോട് കയറുക? വോളിബോൾ അസോസിയേഷൻ നിൽക്കൂ ശ്രീ ജേക്കബ് ജോർജ്, അതിനൊരു വിശദീകരണം നടത്തി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട്. അത് ഏതായാലും അതുകൊണ്ട് ജേക്കബ് ജോർജ് ഇപ്പോൾ ഇത്രയും തറന്താന്ന് നുണ പറയാൻ പാടില്ല. അതിനകത്ത് വിശദീകരണമൊന്നുമില്ല. ജോർജിന്റെ ജോർജ് ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഈ കാര്യം പറഞ്ഞത്. എനിക്ക് തന്ന എനിക്ക് തന്ന ആൾക്കാരെ കുറെ നേതാക്കളുടെ പേരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഒരാളുടെ പേര് പറ, ഐ ചാലഞ്ച് ചെയ്യൂ. കേരള കോൺഗ്രസ്സുകാരൻ ഒരാളുടെ പേര് പറ. ചാമ്പ്യനും കേരള കോൺഗ്രസിന്റെ ആളായിട്ട് ഞാൻ ചോദ്യം നടക്കുന്നവനല്ല, നിങ്ങൾക്ക് അറിയുന്ന പറഞ്ഞേക്കാം. ഒരാളുടെ പേര് പറയാൻ ജേക്കബ് ജോർജ് ജയത്തിന് വിളിക്കുക. എന്റെ പാർട്ടിയുടെ നിയോജക പ്രസിഡന്റ് ഇവിടെ മുഴുവൻ പാലായില്ല. പി സി ജോർജ്, ഞാൻ ഒരാളുടെ പേര് പറ. ഞാൻ ഇതൊന്നും ഒരു മഹാപാപമൊന്നുമല്ല. ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. അങ്ങനെ വർത്താനം പറഞ്ഞ് മറ്റേ വർത്താനം പറയുന്നത് ജേക്കബ്. ഇല്ല ഇവിടെ ശ്രീ ജേക്കബ് അല്ല ശ്രീ പി സി ജോർജ്, ഇത്രയേ ഉള്ളൂ ആ വിഷയം. അപ്പോൾ കിട്ടിയ ഒരു ഇൻഫർമേഷൻ ഇതാണ് കേരള കോൺഗ്രസിന്റെ ഉൾപിരിവുകൾ എന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് ശ്രീ ജേക്കബ് ജോർജ് ചെയ്തത്. അത് ആ ഒരു എക്സ്റ്റംബറായി അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് മാത്രം കണക്കാക്കിയാൽ മതി. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന് നിൽക്കൂ ശ്രീ പി സി ജോർജ്. ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ പോവാണ്. അതായത് ശ്രീ ജേക്കബ് ജോർജ്, ഇന്ന് ശ്രീ കെ എം മാണിയുടെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വ്യത്യസ്ത ടെലിവിഷൻ ചാനലുകൾക്ക് ശ്രീ കെ എം മാണി അഭിമുഖം നൽകിയിരുന്നല്ലോ. അതിലെല്ലാം തന്നെയും കോൺഗ്രസ് നേതാക്കളെ മുനവച്ചാണ് കെ എം മാണി പരാമർശിച്ചത്, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്കെതിരെ. ഇന്നിപ്പോൾ പറയുന്നത് മുന്നണിയുടെ പിന്തുണ എന്ന് പറയുന്നത് വ്യക്തികളല്ല, മുഖ്യമന്ത്രിയും ആ മുന്നണിയുടെ മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റ് VM സുധീരനും രമേശ് ചെന്നിത്തലയും ഇവരൊക്കെ തന്നെയും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പൂർണ്ണമായ വിശ്വാസം എനിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ അതിൽ കൂടുതൽ എന്ത് പറയാനാണ് എന്നാണ് ശ്രീ കെ എം മാണി ചോദിക്കുന്നത്. അതായത് സ്വസ്ഥം ഗൃഹസ്ഥം, ഇനിയിപ്പോൾ ഒരു മുന്നണി ചാട്ടം സാധ്യമാവുന്നില്ല എന്ന് ശ്രീ കെ എം മാണി മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ പരമാവധി ഇതിനെല്ലാം ഒരുമിച്ച് ചേർത്ത് UDFൽ തന്നെ തുടരുക. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഗൂഢാലോചന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടതില്ല എന്ന് കെ എം മാണി തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ പി സി ജോർജ് പറയുകയാണ് അതല്ല, ഗൂഢാലോചന റിപ്പോർട്ട് പുറത്തു വരും, അതിലെന്താണ് തർക്കമെന്ന്. അതിനെ അപ്പാടെ തള്ളിക്കൊണ്ട് കെ എം മാണി പറയുകയാണ് ഗൂഢാലോചന റിപ്പോർട്ടൊന്നും പുറത്തു വരാൻ പോകുന്നില്ല, ഞങ്ങൾ UDFനോടൊപ്പമാണ്, കോൺഗ്രസിൻ്റെ പിന്തുണ എനിക്കുണ്ട്, ഞാൻ മുഖ്യമന്ത്രിയാകാൻ ഒരു ശ്രമം നടത്തി, അതിന് അവരെനിക്കിട്ടൊരു പണി തന്നു, ഞാൻ നടത്തിയ ശ്രമവും ഞാൻ വിട്ടു, അവർ എനിക്ക് തന്ന പണി ഞാൻ ക്ഷമിക്കുകയും ചെയ്തിരിക്കുന്നു, എല്ലാം തീർപ്പായി എന്നാണോ ഇന്ന് കെ എം മാണിയുടെ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്? അല്ല, കെ എം മാണിക്ക് UDF വിട്ട് ഒരു ജീവിതം ഇനി ഇല്ല. കെ എം മാണിക്ക് UDF വിട്ട് ഒരു രാഷ്ട്രീയ ജീവിതത്തിന് യാതൊരു സാധ്യതയുമില്ല. കാരണം കെ എം മാണിയെ പ്രതിപക്ഷം സ്വീകരിക്കാൻ യാതൊരു സാധ്യതയില്ലെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. പിന്നീട് ഇവിടെ കഴിയുന്നിടത്തോളം പിടിച്ചു നിൽക്കുക എന്നുള്ള നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ് അദ്ദേഹം ഇപ്പോൾ പയറ്റുന്നത്. അതിന് കേരള കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട്, അതിന് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും VM സുധീരൻ്റെയും പിന്തുണയുണ്ട്, UDFൻ്റെ പിന്തുണയുണ്ട്. പക്ഷെ അത് എത്ര നാൾ എന്നാണ് ഞാൻ മുമ്പേ ചോദിച്ചത്. ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് നികേഷ്. അതാണ് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും ഏറെ പ്രസക്തിയുള്ള ചോദ്യം. എത്ര കാലം, എത്ര പേർ, എത്ര കക്ഷികൾ, UDFിലെ എത്ര കക്ഷികൾ, എത്ര പേർ കെ എം മാണിയോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് വലിയ ചോദ്യം. കേരള കോൺഗ്രസിലെ ആൾക്കാരും എത്ര പേർ നിൽക്കും എന്നുള്ളതാണ് ചോദ്യം. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, മറ്റൊരു പാർട്ടിയുടെ കാര്യമാണ് എങ്കിൽ പോലും താങ്കളുടെ അറിവ് എന്താണ്? മാണി അവിടെ നിൽക്കും എന്നുള്ളത് മാത്രമാണ് മാണിയുടെ മുമ്പിലുള്ള ഏക പോംവഴി. അതിനകത്ത് ജോസഫ് ഗ്രൂപ്പുണ്ട്, PC ജോർജിനെ പോലുള്ള പഴയ ഏകാംഗ പാർട്ടികളുണ്ട്, അവരൊക്കെ തന്നെയും അവിടെ തുടരാനാണോ സാധ്യത? ഇതിനകം തന്നെ താങ്കളെ പോലുള്ളൊരു സീനിയർ നേതാവ് UDFൽ നിന്ന് വിട്ട സ്ഥിതിക്ക് ഇത്തരം ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകില്ലേ? നികേഷ്, ഞാൻ ഒരു കാര്യം പറയാം. ഈ ഗവൺമെന്റ് ഇന്നത്തെ സാഹചര്യത്തിൽ കാലാവധി പൂർത്തിയാക്കും എന്ന് എനിക്ക് വിശ്വാസമില്ല. അത്രമാത്രം മോശമായിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അഴിമതി, ഈ മാണിയുടെ അഴിമതിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അഴിമതി കൂടുതൽ കാണിച്ചതിന്റെ തെളിവുകൾ ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് വരും, വലിയ താമസമില്ല വരും. ഇതിൽ കയറിയിരുന്ന് സ്വകാര്യ പ്രസംഗം നടത്തുന്ന പലരുടെയും പാർട്ടികളെ സംബന്ധിച്ചോളമുള്ള തെളിവുകളോട് അത് വരട്ടെ. ഈ ഗവൺമെന്റ് ഒരു കാരണവശാലും മുമ്പോട്ട് ഞാൻ ചോദിക്കാം, ഒരു കാര്യം ചോദിക്കാം. ഇപ്പൊ മാണിക്കെതിരായി ചാർജ് ഷീറ്റ് വരികയാണെന്ന് വിചാരിച്ചോളൂ. ഞാൻ സപ്പോസാ ഈ പറഞ്ഞ ചാർജ് ഷീറ്റ് വരികയാണ്.
അദ്ദേഹം രാജിവെക്കാതിരുന്നാൽ അദ്ദേഹം രാജിവെക്കുകയില്ല. കാരണം നിയമപരമായി രാജിവെക്കേണ്ട ആവശ്യമില്ല. മാണി രാജിവെച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു വിഭാഗം അത് തയ്യാറാകുമോ? സഹിക്കാൻ തയ്യാറാകുകയില്ല, സ്വാഭാവികമായും തയ്യാറാകുകയില്ല. അങ്ങനെ ഒരു സംഘടനത്തിന് ഇനി വലിയ താമസമില്ല. പരമാവധി വന്നാൽ 10, 15, 20 ദിവസത്തിനിടയ്ക്ക് ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടി വരും. കേൾക്കുന്ന അനുസരിച്ച് ഒരുപാട് തെളിവുകൾ ഉണ്ടെന്നാണ് പലരും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എനിക്ക് അത്രയേ അറിയത്തുള്ളൂ. അങ്ങനെ വന്നാലും നിയമപരമായി രാജിവെക്കേണ്ട കാര്യമില്ല. പലരും രാജിവെച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. രാജിവെക്കേണ്ട കാര്യമില്ല. ഫൈനൽ ഡിസിഷൻ വരുന്നവരെ രാജിവെക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത് കുഴപ്പത്തിലേക്ക് പോകും, ഒരു സംശയവും വേണ്ട. ആ സംശയം വേണ്ട. ഇപ്പൊ മറ്റുള്ളവരൊക്കെ എന്തിനാ രാജിവെച്ചെന്ന് ചോദിച്ചാൽ അതൊക്കെ ഇപ്പൊ ഒരു മണ്ടത്തരമാണ് എന്ന് വേണേ പറയാം. നമുക്ക് കാണിച്ച മണ്ടത്തരമാണ് എന്ന് വേണേ പറയാം. അതിനപ്പുറം ഒന്നുമില്ല. നികേഷിനോട് ചോദിച്ച പ്രധാന ചോദ്യം എന്താ? ഞാൻ ചോദിക്കുന്നത്, ജോസഫ് ഗ്രൂപ്പും ഇതൊക്കെ സഹിച്ച് അതിനകത്ത് തന്നെ തുടരാൻ പോവുകയാണോ? ജോർജ് തന്നെ മുന്നണി യോഗത്തിൽ പറയുന്നത് ഒരു മുങ്ങുന്ന കപ്പലാണ് എന്നാണ്. ആ മുങ്ങുന്ന കപ്പലിൽ ജോസഫ് ഉണ്ടാകുമോ? എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം. ഈ മുന്നണിയിൽ കോൺഗ്രസുമായി യോജിച്ചാണ് ഇതിലെ സഖ്യകക്ഷികളിൽ പലരും ഇനി നിൽക്കാൻ പോകുന്നതെങ്കിൽ അവരുടെ ഒന്നും അഡ്രസ് അടുത്ത നിയമസഭയെ കാണുകയില്ല. കാരണം കോൺഗ്രസുകാർ തന്നെ ഇവരെ ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ശ്രീ പി സി ജോർജ്, താങ്കളെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാർ വെച്ചേക്കുമോ? ഞാൻ ഇപ്പൊ അതിനെപ്പറ്റി വെച്ചേക്കുമെന്ന് വെച്ചാൽ അവർ വെക്കണമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. കോൺഗ്രസിന് ഒരു കടലാണ്. ആ കടൽ ഇങ്ങനെ കടലിനകത്തത് എന്തെല്ലാം തിമിംഗലം, പാമ്പുകള്, മത്തി, അയല, സ്രാവ്, ഇതെല്ലാം ഉണ്ടെന്നേ. അപ്പൊ അത് നിസ്സാര കാര്യമില്ലേ? അതൊക്കെ ഞാൻ ഇവിടെ എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഞാൻ അവിടെ നിയമസഭ ഞാൻ ആഗ്രഹിച്ച ജനം എന്നെ വിട്ടോളും. അതിനുള്ള ജനം പൂഞ്ഞാറ്റുണ്ട്. ഈ കോൺഗ്രസുകാരുടെ പി സി ജോർജ്, കോൺഗ്രസുകാരുടെ ഓരോരുത്തരുടെയും മുഖം നോക്കിയിട്ടാണോ താങ്കൾ ഈ കടലിലെ മീനുകളുടെ പേര് പറയുന്നത്? മത്തി, അയല എന്നൊക്കെ. അതെ, എനിക്ക് കോൺഗ്രസ് അറിയാം. കോൺഗ്രസ് ഒരു കടല. അതിനകത്ത് ആർക്കും കയറി ചെല്ലാം, ആർക്കും ഇറങ്ങിപ്പോവാം. അത് ജനാധിപത്യ പാർട്ടിയുടെ പ്രത്യേകതയാണ്. തുടരുക. ശ്രീ ജോണി നെല്ലൂർ, കേരള കോൺഗ്രസിലെ അവാന്തര വിഭാഗങ്ങളെല്ലാം തന്നെ പുനഃസംഘടിച്ചിട്ടാണ് കെ എം മാണിയുടെ നേതൃത്വത്തിലൊരു പുതിയ പാർട്ടി രൂപം കൊണ്ടത്. ഇപ്പോൾ പി സി ജോർജിന് പോലും സംശയമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വച്ചേക്കുമോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ കോൺഗ്രസിന് തോൽപ്പിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് തന്നെ ഉണ്ടാകും. ആ ലിസ്റ്റ് വെച്ച് തോൽപ്പിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ എങ്ങനെയാണ് തരണം ചെയ്യാൻ പോകുന്നത് താങ്കൾ അടക്കമുള്ള നേതാക്കൾ? അല്ല നികേഷേ, ആ പറയുന്നതിൽ വല്ല അടിസ്ഥാനമുണ്ടോ? കാരണം ഇതൊരു മുന്നണി സംവിധാനമല്ലേ. ഈ മുന്നണി സംവിധാനത്തിൽ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്നത് കോൺഗ്രസിൻ്റെ കൂടി വോട്ട് വാങ്ങിക്കൊണ്ടല്ലേ. അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുമെന്ന് പറയുന്നതിൽ എന്താ അടിസ്ഥാനം ഇരിക്കുന്നത്? അങ്ങനെ ഒരു അടിസ്ഥാനമില്ലേ ശ്രീ ജോണി നെല്ലൂർ? താങ്കൾക്ക് സ്വന്തം അനുഭവത്തിൽ, താങ്കളുടെ നേതാവ് ശ്രീ ടി എം ജേക്കബിന്റെ അനുഭവത്തിൽ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്കമാലി തോറ്റു. അത് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യാതെയാണ് തോറ്റെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അവിടെ ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ല, ഞാൻ തോറ്റു. അതിലപ്പുറം അത് കോൺഗ്രസ്സുകാർ എന്നെ വോട്ട് ചെയ്യാതെ തോൽപ്പിച്ചു എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അങ്ങനെയൊന്നും ചെയ്യാറുമില്ല അവർ. കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആ പാർട്ടിയുടെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി എന്നോടൊപ്പം പ്രവർത്തിച്ചു. പക്ഷേ അതിൻ്റെ അനുയായികൾ ഒരു പക്ഷേ എല്ലാവരും വോട്ട് ചെയ്ത് കാണുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ അതൊന്നും ഒരു കാലുവാരലിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ബോധപൂർവം കൂടിയ ഒരു ആലോചനയുടെ ഫലമോ ഒന്നും അല്ല. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്ന ഇവിടെ നേരത്തെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. താങ്കൾ തന്നെ നേരത്തെ നിലപാടെടുത്ത വിഷയമാണ്. കുറ്റപത്രം കിട്ടുകയാണെങ്കിൽ കെ എം മാണി രാജിവെക്കില്ല എന്ന് സ്വീകരിച്ച നിലപാട് ഈ സമയത്ത് എടുക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന്. പിന്നീട് അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് താത്വികമായ എല്ലാ കാര്യത്തിലും കെ എം മാണി താത്വികമായ നിലപാടാണ് ആദ്യം പറയുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രായോഗിക നിലപാട് എടുക്കാറുള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകാനിടയുള്ള ഒരു പ്രധാനപ്പെട്ട മുന്നേറ്റമുണ്ട്. അത് ഈ വിഴുപ്പു ഭാണ്ഡവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ ആവില്ല എന്നുള്ളതാണ്. അതിനെയൊക്കെ അതിജീവിച്ച് കെ എം മാണി മന്ത്രിസ്ഥാനത്ത് തുടരണമെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാളും വലിയ ജീർണതയും ഇപ്പോഴുള്ളതിനേക്കാളും വലിയ അപമാനഭാരവും യു ഡി എഫിന് താങ്ങേണ്ടി വരില്ലേ? നികേഷ്, യാതൊരു സംശയവും വേണ്ട. ഇപ്പം നടക്കുന്ന അന്വേഷണം
ആ അന്വേഷണത്തിൻ്റെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലുമുള്ള തെളിവുകൾ നാളിതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അതെങ്ങനെയാണ് ശ്രീ അങ്ങനെയെങ്കിൽ ജോണി നെല്ലൂർ കുറ്റപത്രം താങ്കൾക്ക് ഒരു ഉണ്ടാകില്ല. അറിവ് കിട്ടുന്നത്? കുറ്റപത്രം ഉണ്ടാകാത്ത വിജിലൻസ് അല്ലേ സാഹചര്യം- ഇക്കാര്യത്തിൽ കുറ്റപത്രം അന്വേഷണം ഉണ്ടാകും. നടത്തുന്നത്? കുറ്റപത്രത്തിൽ കെ.എം. മാണി പ്രതിയായിട്ടൊരു കുറ്റപത്രം വരാനില്ല. സാഹചര്യത്തിൽ എന്താണ് ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം ഉദിക്കുന്നില്ല. ഞാൻ അന്ന് പറഞ്ഞത് മാണി സാറിനെ പോലെ പറഞ്ഞ ഒരാൾ അനവസരത്തിലാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതെന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹം അത് തിരുത്തിയല്ലോ. അദ്ദേഹം ഡൽഹിയിൽ വെച്ച് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ബോധപൂർവം പറഞ്ഞതല്ല. അദ്ദേഹത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായി ഒരു നിയമപരമായ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ എന്നദ്ദേഹം വിശദീകരിച്ചു. ഒരു കാര്യം പറയട്ടെ, ഏതെങ്കിലും കാരണവശാൽ കുറ്റപത്രം കൊടുത്തു, മാണി സാർ അതിൽ പ്രതിയാണെന്നിരിക്കട്ടെ, UDF സംവിധാനമല്ലേ, അത് പെട്ടെന്ന് വിളിച്ചു കൂട്ടും. അതിൽ ഓരോ കക്ഷികളും അവരുടെ അഭിപ്രായം പറയും. യാതൊരു സംശയവും വേണ്ട. ഇന്നത്തെ സാഹചര്യം നിരപരാധിയായ മാണി സാറിനെ ബലി കൊടുക്കുവാൻ ഞങ്ങളില്ല എന്ന് മുഖ്യമന്ത്രി തുടരുക. ശ്രീ ജോണി നെല്ലൂർ, അവസാനമായി ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, UDF ൽ നിന്ന് കുറെ ഗ്രൂപ്പുകളും വ്യക്തികളും ചിന്നിച്ചിതറി പോകാനിടയുണ്ട്. കേരള കോൺഗ്രസിന്റെ ഒരു പുനഃസംഘടിപ്പിക്കൽ, അതായത് മാണിയില്ലാത്ത കേരള കോൺഗ്രസിൻ്റെ ഒരു പുനഃസംഘടിപ്പിക്കൽ UDF ൽ നിന്ന് വ്യത്യസ്തമായി നിന്നുകൊണ്ട് LDF പ്രവേശിക്കാൻ പാകത്തിൽ താങ്കളുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് അഭ്യൂഹമുണ്ട്. ശരിയാണോ? തെറ്റാ. എനിക്കങ്ങനെ അഭ്യൂഹം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടുണ്ടെങ്കിൽ ജോണി, ഞാൻ എപ്പോഴാണ് ജോണിയല്ല, ജോണി വളരെ പുരോഗമിച്ചു പോയി. ജോണിയെ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജോണി തോപ്പിച്ചത് കോൺഗ്രസ് അല്ലെന്ന് വരെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ഞാൻ അടിവരയിട്ടിട്ട് മറ്റേലേക്ക് വരാം. അതായത് മാണിയുടെ കൂടെ നിൽക്കുന്ന 9 പേരിൽ എനിക്ക് അങ്ങേയറ്റം കോൺഗ്രസ്സുകാർ കാലുവാരിയാലും രക്ഷപ്പെടുമെന്ന് ബോധ്യമുള്ള 2 സീറ്റേ ഉള്ളൂ. സീറ്റ് ഇന്നാന്ന് ഞാൻ പറയത്തില്ല. വാരും KM മാണി വരെ വാരും. മാണി നിന്നാൽ തോക്കും. ജോർജിനെ തോപ്പിക്കാൻ ഒന്നാമതായി ശ്രമിക്കും. ജോണി നെല്ലൂര് നിൽക്കുകയാണെങ്കിൽ ജോണി നെല്ലൂരിനെ തോപ്പിക്കും. കോൺഗ്രസ് ആണ് എന്നെ തോപ്പിച്ചതാണ്. പാർലമെന്റ് വരുമ്പോ കോൺഗ്രസിന് വോട്ട് കൂടുതൽ, നിയമസഭ വരുമ്പോ വോട്ട് കുറയുക. ME രാഘവനെ തോപ്പിച്ചു, ഗൗരിയമ്മയെ തോപ്പിച്ചു, കുഞ്ഞാലിക്കുട്ടിയെ തോപ്പിച്ചു. ആരെയാ തോപ്പിക്കാത്തത്? എല്ലാവരെയും തോപ്പിച്ചു. മാണിയെ തോപ്പിക്കാൻ കഴിഞ്ഞവണെ അങ്ങേയറ്റം ശ്രമിച്ചു. പാർലമെന്റിന് 20,000, അസംബ്ലിക്ക് 4,000. അത് VC ജോർജിന്റെ 5 പഞ്ചായത്തുള്ളത് കൊണ്ട്. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ജോണി വളരെ ഇതായിട്ട് പറയുന്നു. ജോണി UDF ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം വലിയ ആളാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ വന്ന എത്രയോ കാലം കഴിഞ്ഞാ ജോണി വന്നത്. TN ജേക്കബിനെ ആരാ തോപ്പിച്ചേ? ജോണി പറയണം. TN ജേക്കബ് 122 വോട്ടിന് ജയിച്ചെടുത്ത് അങ്ങേരുടെ മകൻ നിന്ന് എല്ലാവരും കൂടെ ഇറങ്ങി വോട്ട് പിടിച്ചപ്പോൾ 12,000 വോട്ടിലല്ലേ ജയിച്ചത്. എവിടെ പോയി ആ 12,000 TN ജേക്കബിന്? TN ജേക്കബ് കഷ്ടിച്ച് കടന്നുകൂടല്ലേ? ജേക്കബ് ജയിച്ചു തോറ്റു എന്ന് പറഞ്ഞു നിന്നല്ലേ? ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ ശരിയാണ് എന്ന് പറയുന്നത് അടുത്ത ഇലക്ഷൻ. ഞാൻ അതാണ് ചോദിച്ചത് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് ഒരു ഗ്രൂപ്പ് തട്ടിക്കൂട്ടാൻ ശ്രമം നടക്കുന്നുണ്ടോ എന്ന്? ഇല്ല, എനിക്കില്ല. ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ആലോചിക്കാത്ത കാര്യം ആലോചിച്ചത്. ഞാനൊരു കാര്യമുണ്ട് പ്രദേശോടി പലപ്പോഴും ഞാൻ കള്ളം പറയല. സത്യം ചിലപ്പോൾ പറയാൻ ഒക്കുകയില്ലെങ്കിൽ നോമി ഞാൻ പറയല, മിണ്ടാതിരിക്കും. അങ്ങനത്തെ സംഭവം ഇതുവരെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളത് അന്ന് പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആലോചിക്കട്ടെ എന്നുള്ളതാണ്. വളരെ നന്ദി. ഈ വിഷയത്തിൽ സംസാരിച്ച ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ജോണി നെല്ലൂർ, ജേക്കബ് ജോർജ്, PC ജോർജ് ഈ വിഷയത്തിൽ ഇടപെട്ടതിന് 8 അവറിൽ പങ്കെടുത്തതിന്.